ചില വാർത്തകൾ കൂടിയുണ്ട്. അത് യുഎസിൽ നിന്നുള്ളതാണ്. യുഎസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെ പുറത്താക്കിയിരിക്കുകയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മന്ത്രിസഭയിൽ അഴിച്ചുപണിയുമെന്നുള്ള റിപ്പോർട്ടുകൾക്കിടെയാണ് സുരക്ഷാ ഉപദേഷ്ടാവായ മൈക്ക് വാട്സിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയത്. മാർക്കോ റൂബിയോയെ താൽക്കാലിക ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ ചുമതല വഹിക്കും. ബിജീഷ് ഗോവിന്ദൻ തുടരുന്നുണ്ട്. ബിജീഷ്, എന്താണ് മൈക്ക് വാട്സിന് വിനയായത്? ഡൊണാൾഡ് ട്രംപുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ് ഈ മൈക്ക് വാട്സൺ എന്ന് പറയുന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. അദ്ദേഹത്തിന് പറ്റിയ ഒരു കൈപ്പിഴവാണ് ഇത്തരത്തിലുള്ള ദേശീയ ഉപദേശക സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റുന്നതിലേക്ക് വഴിവെച്ചെന്ന് നമുക്ക് പറയാം. കാരണം ഈ യമനുമായിട്ടുള്ള അമേരിക്കയുടെ യുദ്ധവിവരങ്ങൾ ചോർന്നത് അത് ഈ മൈക്ക് വാട്സിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ മാത്രമല്ല, അദ്ദേഹം അത് കുറ്റസമ്മതമായിട്ട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഈ യമൻ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സിഗ്നൽ ചാറ്റിൽ അതിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഒരു മാധ്യമപ്രവർത്തകനെ അറിയാതെ ഉൾപ്പെടുത്തി ഈ മാധ്യമപ്രവർത്തകൻ വഴിയാണ് ഈ അമേരിക്ക യമനെതിരെ ഹൂതികൾക്കെതിരെ നടത്തിയ ആക്രമണത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നത് എന്നുള്ളതായിരുന്നു റിപ്പോർട്ട്. പിന്നീട് അദ്ദേഹം ഇതൊരു മാധ്യമത്തിന് തനിക്ക് പറ്റിയൊരു തെറ്റാണ് ഇത്തരത്തിലുള്ള വിവരം ചോരുന്നതിനിടെ വെച്ചത്, താൻ അറിയാതെ എനിക്ക് വ്യക്തിപരമായി ബന്ധമില്ലാത്തൊരു മാധ്യമപ്രവർത്തകനെ താൻ ഈ ഗ്രൂപ്പിനകത്ത് ആഡ് ചെയ്തിരുന്നു എന്നുള്ള വിവരം അദ്ദേഹം കുറ്റസമ്മതമായിട്ട് സമ്മതിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മൈക്ക് വാട്സിനെ ഈ സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിനുള്ള തീരുമാനം ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഡൊണാൾഡ് ട്രംപ് തന്നെ തൻ്റെ ഒരു സമൂഹ മാധ്യമ അക്കൗണ്ട് വഴിയാണ് വാട്സിനെ മാറ്റിയ കാര്യം പുറം ലോകത്തെ അറിയിച്ചത്. ഇതിന് പകരമായിട്ടുള്ള ആളെ നിയമിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ മൈക്ക് വാട്സിനെ അമേരിക്കയുടെ UN പ്രതിനിധിയായി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് ട്രംപ്. ജിൽസി.